ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര പോകാൻ പോവുകയാണ്. ഇടുക്കിയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുള്ളൊരു പ്ലേസാണ്. നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ആ പ്ലേസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഒരു ട്രാവൽ വ്ളോഗ് അല്ല ആക്ച്വലി. നമ്മളൊരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്താണ് നമ്മളൊരു ട്രാവലിങ്ങിന് പോകുന്നത്, പിന്നെ അതിനകത്ത് ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളൊരു 3:30-4 മണിയാകുമ്പോൾ ഇറങ്ങാനാണ് പ്ലാൻ. സോ നമ്മൾ രാത്രിയിൽ ഇത് പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഇതെന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെമൺ റൈസ് അല്ലേ, ലെമൺ റൈസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ്, നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രിയിൽ മാക്സിമം ശ്രമിക്കും. പറ്റുവാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇതുമായിട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അധികം പ്രശ്നക്കാരല്ലാത്ത ഫുഡ് വാങ്ങിച്ച് കഴിക്കണം അല്ലേ. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. സോ ഇവിടെ റൈസ് വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ. ഇത് എന്തുകൊണ്ടാണ് ലെമൺ റൈസ് ചൂസ് ചെയ്തത് യാത്ര പോകുമ്പോൾ? ലെമൺ റൈസ് വയറ്റിന് നല്ലതാണ്, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അതല്ല, അത് പെട്ടെന്ന് ചീത്തയായി പോവോ? പെട്ടെന്ന് ചീത്തയത്തില്ല. ട്രാവൽ ചെയ്യുന്നവർ കൂടുതലും ലെമൺ റൈസ് ആണ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അരി വെന്തുകൊണ്ടിരിക്കുന്നു. അതെ, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ്, ഒരു പ്രയോറിറ്റി ഐറ്റമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോൾ ട്രാവൽ ചെയ്താലും നമ്മൾ ഫ്രൂട്ട്സും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം അല്ലേ. പിന്നെ നമ്മൾ ഒരുത്തി ഓടി അവളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കാണ്. അപ്പോൾ റൈസ് കുക്കായത് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് രണ്ടുപേർക്ക് നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ പാക്ക് ചെയ്യാൻ പോവുക. സോ ചട്നിയുണ്ട്, ടൊമാറ്റോ ചട്നിയും ലെമൺ റൈസുമാണ് നമ്മൾ ടിഫിൻ ബോക്സിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെമൺ റൈസ് ഇതിനകത്തോടെ എടുത്തിടുക, പാക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ പോയി കിടന്ന് സുഖം ഉറക്കാം. ഹലോ, അപ്പോൾ നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ട്രിപ്പ് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ സമയം എത്രയായി? 8:30 ആയി. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 3-3:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകാന്നുള്ളതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ നല്ല ടയേർഡായിരുന്നു. നല്ല ടയേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ജോബൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഞാനാണെങ്കിലും നല്ല തലവേദന, കൊല്ലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രത്ത് വന്നു. ഞാനാണെങ്കിലും നല്ല ടയേർഡായിരുന്നു. നല്ല തലവേദനയും നെക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം നമ്മൾ ഉറങ്ങിപ്പോയി. അലാം വെക്കാൻ നേരത്തെ ഇവളാണെങ്കിൽ അലാമിന്റെ സ്ക്രീനിൽ തോണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ അലാം വെക്കാനേ മറന്നുപോയി. അങ്ങനെ ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല, കാരണം നമ്മുടെ രണ്ടുപേരുടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആയി. ആ ടയർഡ്നെസ്സും ഡിസിനെസ്സും ഒക്കെ പോയി, നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ലൂണ ഉള്ളതുകൊണ്ട് അവളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, പെറ്റിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ലിറ്റർ സാൻഡ് കരുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് തണുത്ത മറ്റേ ഓഷ്യൻ ബ്ലൂ എന്ന് പറയുന്ന അതല്ലേ ഇതിനകത്ത്? അതെ, ടെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻസ് കണ്ടോ, യാത്ര പോകുമ്പോൾ ഉള്ളതാണ്. ഇത് ലെമൺ റൈസ് എടുത്തില്ലേ? ലെമൺ റൈസ്, സ്നാക്സ്, പിന്നെ ചൂടുവെള്ളം, ഫ്രൂട്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ അടൂരൊക്കെ കഴിഞ്ഞിട്ട് പത്തനംതിട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാവരും നല്ല ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, നമ്മളിപ്പം പത്തനംതിട്ട എത്തിയിട്ടില്ല. നല്ല മഴ തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ടേ നല്ല പേരും മഴയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എരുമേലി എത്തിയപ്പോഴത്തേക്കും നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു പരിപാടി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ സൈഡിൽ വണ്ടി ഒതുക്കിയൊക്കെയാണ്.
ലെമൺ റൈസ്, നമ്മുടെ ലെമൺ റൈസ് നോക്കട്ടെ. ചൂടുണ്ടോ നോക്കിയോടി, ചൂടൊക്കെ പോയാ? നോക്കിയിട്ട് വാമാണല്ലേ. പക്ഷേ നമ്മുടെ തക്കാളി ചട്നിയും ലെമൺ റൈസും അല്ലേ. എരുമേലിയിൽ ഇങ്ങനൊരു എരുമേലി കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണാം കുറച്ച് ഇങ്ങനെ വനം നമുക്കുണ്ടാവും. അപ്പോൾ അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഇനി റിസോർട്ടിലേക്ക് ഒറ്റപ്പെടക്കാം. അപ്പം നമ്മൾ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ്. കുതിര തന്നെ നടക്കണായി. അപ്പോൾ കുട്ടിക്കാനം എത്തി. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കോടയാണല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ കോട നോക്കി ഒരു രക്ഷയില്ല കേട്ടോ. രാവിലെ വരുമ്പോൾ മഴയായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ മേ ബി രാവിലെ നല്ല മഴ കിട്ടിക്കാണും. അതാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏലപ്പാറ വഴിയാണ് പോകാൻ പോണത്. അങ്ങനെ നമ്മൾ ആർക്കിൽ എത്തിയിരിക്കുകയാണ്. കാൽവരി മൗണ്ട് ആർക്ക് കോട്ടേജ് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അടിപൊളി മഴയായിരുന്നു. അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഇവിടെയും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. വൈഡ് ആംഗിൾ എടുക്കട്ടെ. സോ ഇതാണ് നമ്മുടെ ആർക്ക്. കണ്ടോ, ഇതല്ല ആർക്ക്, ഇതിൻ്റെ പുറകിലാണ് ആർക്ക്. ആർക്കിലേക്ക് പോകുന്ന വഴിയാണ്. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം സ്ഥലം തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്ലേസ്. ഇതാണ് സ്ഥലം. ഓക്കെ, അപ്പം സാധനങ്ങളൊക്കെ പറക്കി അകത്ത് വെച്ചിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കാൽവരി ആർക്ക് കോട്ടേജിൻ്റെ പാർക്കിങ്ങിൽ. പാർക്കിംഗ് അല്ല, ജസ്റ്റ് അപ്പുറത്ത് നമ്മൾ വണ്ടി ഇട്ടേക്കാണ്. സോ അവിടെ നിന്ന് നമുക്ക് വേണ്ട തേയിലത്തോട്ടം ഇവിടുന്ന് തുടങ്ങും. കണ്ടോ, കോട കണ്ടോ, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇതിൻ്റെ പുറകിലുള്ളതാണ് കോട്ടേജ്. ഓക്കെ, കണ്ടോ എന്നെ അടിപൊളി വ്യൂ ആണെന്ന് നോക്കി. കോട കാരണം ഒന്നും കാണാൻ വയ്യ, ഒരു രക്ഷയില്ല. അവിടെ ഒരു മലയൊക്കെ ഉണ്ട് കേട്ടോ ദൂരെ, പക്ഷേ ഒന്നും കാണാൻ പറ്റത്തില്ല. അടിപൊളി കോടയാണ്. ചെറിയ ചാറ്റൽ വഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ കോടയടിച്ച് നിൽക്കുക. ഇവിടെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ള പരിപാടിയിലാണ്. ഓക്കെ, കുറച്ച് മാഗി നൂഡിൽസ് പറ്റുമെങ്കിൽ ഉണ്ടാക്കി ഈ തണുപ്പത്ത് ചൂടോടെ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. വെള്ളമൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് കത്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇവിടെ കോട്ടയിനകത്ത് താഴത്തെ ഫ്ലോറിൽ പിന്നെ കിച്ചൺ വരുന്നുണ്ട്. ഇതാണ് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ഇവിടെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. തണുപ്പത്ത് ചൂട് നൂഡിൽസ് കഴിക്കാനുള്ള ഒരു വ്യഗ്രത അല്ലേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ. അപ്പം നമ്മുടെ മാഗി റെഡിയായി. നല്ല ചൂട് മാഗി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പുറത്ത് ഈ തണുപ്പത്ത് ഇരുന്നൊന്ന് കഴിക്കാനുള്ള പരിപാടിയിലും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി എവിടെ പോയാലും ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ എവിടെ പോയാലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഇതേപോലെ മാഗിയോ എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. എങ്ങനെയുണ്ട് മാഗി? കൊള്ളാമോ? ബാർബിക്യൂ മാഗി ക്ലൈമറ്റിൽ കഴിക്കാൻ നല്ല രസമുണ്ടോ? ആ, ഓക്കെ. സോ ഇതാണ് കാൽവരിയുടെ മുകളിൽ നമ്മൾ കയറിയതാണ്. 25 രൂപ പാസിൽ നമുക്ക് മുകളിൽ കയറി വരാൻ പറ്റും. ഇവിടെ നമുക്ക് റിസർവോയർ വ്യൂ ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു പാർക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ രൂപങ്ങൾ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? അത് ഇവിടെയൊക്കെ കണ്ടല്ലേ, അതേ ഇങ്ങനെ രൂപങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസർവോയർ വ്യൂ ആണ്. റിസർവോയർ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. റിസർവോയർ വ്യൂ ആണ്. ഇതാണ് കാൽവരിയുടെ മുകളിൽ നിന്നുള്ള. ആക്ച്വലി നല്ല വ്യൂ ആണ്, പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല.
ഓക്കെ, ഇവിടെ 7 വർഷത്തിനിടയ്ക്ക് കണ്ട് പൂക്കുന്ന കുറിഞ്ഞി പൂത്ത് നിൽപ്പുണ്ട്. പക്ഷെ താഴോട്ട് ഇറങ്ങണം, കണ്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങി പോകുന്ന കാണാം. ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ കുറിഞ്ഞിയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കുറിഞ്ഞി കിടക്കുന്നിടത്തോട്ട് പോവാം. അങ്ങോട്ട് പോകാനാണെങ്കിൽ കണ്ട നമുക്ക് പേടിയാവും. നല്ല ആഴത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോഗൊക്കെ ആയിട്ട് കിടക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. പക്ഷെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിലേ കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ കാണാമെന്നാണ് പറയുന്നത്. ഒരാളവിടെ നിൽക്കുകയാണ്. ഭയങ്കര പേടി, താഴോട്ട് ഇറങ്ങാൻ ഭയങ്കര പേടി. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇതാണ് വഴി. ഈ വഴിയിലൂടെ താഴേക്ക് അമ്മച്ചി കണ്ട ഇപ്പോൾ കണ്ടോ, മഞ്ഞ് കാറ്റടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ. ഇപ്പോൾ കണ്ടോ റിസർവയർ കാണാം അവിടെ. ഇതേ അങ്ങോട്ട് നോക്ക്, റിസർവയർ കാണുന്നുണ്ടോ. വാവ്, നൈസ് അല്ലേ, നൈസ്. നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ചൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. നീലക്കുറിഞ്ഞി 14 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞിയല്ല, ഇറ്റ്സ് 7 years സ്പാനിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ്. ഇതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഇവിടെ കുറച്ചൊക്കെ നിൽപ്പുണ്ട്, കണ്ടില്ലേ. പക്ഷേ നമുക്ക് ഇവിടെ ഫോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്നത്. തിരിച്ചു പോവാണ്. ഓക്കെ, ഇത് ഒരാളവിടെ നിൽപ്പുണ്ട്. താഴോട്ട് വരാനായിട്ട് പേടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഇനിയും താഴോട്ട് പോയാൽ നല്ലതുപോലെ കാണാം. പക്ഷേ താഴോട്ട് പോകാൻ റിസ്ക്കാണ്. നല്ല ഫോഗുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഫോഗ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അടിപൊളി ഫോഗാണ്. അപ്പോൾ ഇത് കാറ്റടിച്ച് പോകുമ്പോൾ മേ ബി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മേളിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നത്. ഇനിയും താഴോട്ട് പോകുന്ന റിസ്ക് ആയതുകൊണ്ട് തിരിച്ച് പോവാണ്. ഓക്കെ, നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ പറമ്പ് തേയിലത്തോട്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ മേളിലൊരു കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നേ, ഇതിൻ്റെ മണ്ടയ്ക്കായിരുന്നായിട്ട്. അപ്പം അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, ഫുൾ ഫോഗ് അടിച്ച് കിടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറിഞ്ഞിയും കണ്ടിട്ട് തിരിച്ച് റിസോർട്ടിൽ വന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ആർക്കെന്ന് പറയുന്ന കോട്ടേജാണ്. നേരത്തെ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണ് അറിയായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലുണ്ട്. അപ്പം ആർക്കെന്ന് പറയുന്നത്, അപ്പോൾ ഇവർ ഇതിനപ്പുറത്തോട്ട് തന്നെ പുതിയൊരു സ്പേസ് എടുത്തിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് റൂംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ആർക്കിൻ്റെ തന്നെ അണ്ടറിലാണ് വരുന്നത്. വളരെ ഫെയർ ആയിട്ടുള്ള, വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. നല്ല വ്യൂ ഉണ്ട്, കണ്ടില്ലേ, അടിപൊളി വ്യൂ ഉള്ള നല്ല ഒരു റിസോർട്ടാണ്. സർവീസും അടിപൊളിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്യാം. അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ രാത്രി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ചപ്പാത്തിയും BDF ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതെ, ചപ്പാത്തി ഗ്രേവി BDF. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് നമ്മളതിൻ്റെ ചെറിയ ഇതെന്ത് സംഭവം എന്നറിയോ, ഇത് നമ്മുടെ പോർട്രോണിക്സിൻ്റെ ലാമ്പ് വിത്ത് സ്പീക്കറാണ്. അതും പിന്നെ നമ്മുടെ ഫുഡും വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഈ ഫുഡും കൂടെ കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഉറങ്ങും. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് തിരിച്ച് പോകും അല്ലേ. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും അതെ, ലെറ്റ്സ് എൻജോയ് യുവർ ഫുഡ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.